ഉണ്ണേട്ടാ അമ്പലത്തിൽ നിന്ന് സൂപ്പർ സ്റ്റാർ എത്തി. ഷൂട്ട് നമ്മൾ അവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഡയറക്ടറും കെ സാർ അവിടെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. റെഡി ആകുമ്പോൾ പറഞ്ഞാൽ മതി. ഞാൻ കാരവനിലുണ്ടാവും. ഇയാള് ഇപ്പൊ അത്യാവശ്യമായിട്ട് കാരവനിൽ എന്തുണ്ടാക്കാൻ പോവാ? ഇവിടം വരെ മസിലും പിടിച്ച് വന്നല്ലേ തൂറാമുട്ടനുണ്ടാവും. വെരി ബിസിയാ സാർ. വൺ സെക്കൻഡ്. പൂജക്ക് സമയായി. അസോസിയേറ്റ് ഡയറക്ടറാ. കമ്മിങ്. ഞാൻ പിന്നീട് സംസാരിക്കാം. ഉണ്ണി, നമുക്ക് കുറച്ചുകൂടെ ബ്ലാക്ക് ആക്കിയല്ലോ. ഇല്ല സർ, ഇത് ബെറ്ററാ. ഇതൊക്കെ പടത്തിനെ പറ്റി എനിക്കറിയില്ല, പക്ഷെ കുറച്ചുകൂടെ ബ്ലാക്ക് ആക്കിയാൽ അവാർഡൊക്കെ കിട്ടാം. മിസ്റ്റർ ഉണ്ണി, എനിക്ക് ഡൽഹിയിലൊക്കെ പിടിയുണ്ട്. പ്രിയ, എന്താ ഉണ്ണി ഈ ഗെറ്റപ്പ് ഓൾമോസ്റ്റ് ഓക്കേ. അവാർഡ് കിട്ടാൻ ഇത് ഓക്കെ അല്ലേ? നന്നായിട്ട് സർ. ഇത് മതി. ഓക്കേ. ഉണ്ണേ, ഇതെങ്ങനെയുണ്ട്? എന്തത്? നോക്കിക്കോ. മാറി മാറി മാറി. ഇതിങ്ങനെ വെക്കട്ടെ. എന്താ നീ കാണിക്കുന്നത്? വെക്കട്ടെ. ഓക്കേ, ഇവിടുന്ന്. കൂടെ അവിടുന്ന്. ഇത് വലിയ കഷ്ടാട്ടോ ഉണ്ണി. ഈ 40 വയസ്സുകാരനെ പിടിച്ചൊരു 80 വയസ്സുകാരന്റെ വേഷം കെട്ടിക്കുന്നത്. എന്റെ പൊന്നു പ്രിയ, ഒന്നും നോക്കണ്ട. അയാളുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് സാറ്റലൈറ്റ്. അല്ലെങ്കിൽ ഞാൻ കയറി അഭിനയിക്കലായിരുന്നു അല്ലേ മോളെ? ബെസ്റ്റ് ആയിരിക്കും. ഇതിവിടെ വെച്ചാൽ മതിയല്ലോ അല്ലേ? പ്രിയ റെഡി അല്ലേ? ഡേയ്, എന്താ പിന്നെ നോക്കാം. ആക്ഷൻ. പച്ച മനുഷ്യന്റെ കഴുത്തിന് വെക്കുമ്പോൾ തോറ്റുപോ. ഉണ്ണി, വൺ മോർ. ഓക്കേ ഓക്കേ. ഉണ്ണി, ഡയലോഗ്സ് ഒരു ഫ്ലോയിലല്ല. ഐ തിങ്ക് മാറ്റിയാ കൊള്ളാവുന്നുണ്ട്. Can I change dialogue? ഇല്ല സർ, നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. കറക്റ്റ് ആവും സർ. സർ, നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്യാം. ഓക്കേ, one more try. Let's go. Clap in. 10 by 1, take 1. ഉണ്ണേട്ടാ, കെ സാറിന്റെ അളിയൻ വന്നിരുന്നു. സിനിമ അവര് വിട്ടു. ഇതുവരെ ചെലവായ കാശ് തിരിച്ചു കൊടുക്കണമെന്നാ പറയണത്. പടം ഇടയ്ക്ക് വെച്ച് നിന്ന പ്രൊഡ്യൂസറെ കാശ് പോകും. അത് പതിവുള്ളതല്ലേ? ഏയ്, ഇത് നമുക്ക് അങ്ങനെ പറഞ്ഞു ഒഴിയാൻ പറ്റില്ല. അദ്ദേഹം സിനിമ മാത്രമല്ല, ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം കൂടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മളെ രക്ഷിക്കാനാ ആ വലിയ മനുഷ്യൻ. ഉണ്ണി, മല്ലിപ്പൂക്കുള്ള പ്രൊഡ്യൂസർ ടി വിയിലുണ്ട്. അമലിന്റെ ഡേറ്റിന് വേണ്ടി നടക്കുക. ഈ പടം അങ്ങേരെ ഏറ്റെടുത്തോളും. ഒന്ന് സംസാരിച്ചു നോക്കിയാലാ? നടക്കുകയാണെങ്കിൽ കെ സാർ ഇറക്കിയ കാശ് തിരിച്ചു കൊടുപ്പിക്കുകയും ചെയ്യാം. അമലിനെ നായകനാക്കി ഒരു പടം ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഉണ്ണിക്കയാളുടെ ഡേറ്റും ഉണ്ട്. പിന്നെ നിങ്ങൾ പടം തുടങ്ങിയതുമാണല്ലോ. അത് തന്നെയാ പ്രശ്നവും. നിനക്കറിയാലോ, സിനിമ അന്ധവിശ്വാസങ്ങളുടെ കൂടാരാ. ഞാനും അതിൻ്റെ ഭാഗമാ. പറയുന്നതിൽ വിഷമമുണ്ട്. നിന്നെക്കൊണ്ട് എങ്ങനെയാ ഉണ്ണി പടം ചെയ്യിക്കുക? ആദ്യ പടം നിർമ്മാതാവിനെ നീ കൈവച്ചു, അത് പോയി. ദേ ഇപ്പൊ രണ്ടാമത്തെ പ്രോജക്റ്റ് ഷൂട്ടിങ്ങിനിടെ നിർമ്മാതാവ് തന്നെ തട്ടിപ്പോയി. ഉണ്ണി, ഇനി ഒരു പരീക്ഷണത്തിന് ഞാൻ എങ്ങനെയാ ധൈര്യപ്പെടുക? അച്ഛാ, എന്താ അച്ഛാ? ഏയ്, മൂന്തി കിടന്നു. അമ്മ, അച്ഛന്റെ സിനിമ ഇനി ഉണ്ടാവില്ലേ? ഉണ്ണിയേട്ടാ,
ഒരിക്കൽ എല്ലാം വിട്ടെറിഞ്ഞുണ്ണിയേട്ടൻ പോവാനൊരുങ്ങിയപ്പോ ഞാനാ തടഞ്ഞത്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഉണ്ണിയേട്ടനൊന്ന് മാറി നിൽക്കുന്ന നല്ലത്. അതെ ഉണ്ണിയേട്ട, കുറച്ചു കാലത്തേക്ക് നമുക്കൊന്ന് തോറ്റു കൊടുക്കാം. അച്ഛ, അച്ഛൻ ഇനി എപ്പോഴാ വരിക? വാ. ആ, അച്ഛൻ മുംബൈ ചെന്ന് ഒരു ജോലിയൊക്കെ ആയി അവധി കിട്ടുമ്പോൾ വരും. അമ്മയും മോനെയും കൊണ്ടുപോകാൻ. ഫ്രണ്ട് വരുമോ സ്റ്റേഷനിലേക്ക്? ഇല്ല, വരണ്ടെന്ന് ഞാൻ പറഞ്ഞു. അഡ്രസ് ഉണ്ടല്ലോ, തേടി പിടിക്കാവുന്നുള്ളൂ. സമയമായി. ഉണ്ണിയേട്ടാ, വാ കേറ്. ഇല്ല, ഞാൻ ടൗണിലേക്ക്. എവിടെ വേണേലും വിട്ടുതരാം. കേറ് ഉണ്ണിയേട്ടാ. റഫീഖ് എന്താ ക്യാമറ സെക്ഷൻ വിട്ടോ? കൂട്ടുകാരുടെ കൂടെ? ഇല്ല ഉണ്ണിയേട്ടാ, ഞാൻ ലൈറ്റ് മീറ്റർ എടുക്കാൻ റൂം വരെ പോയതാ. ബാഗൊക്കെ ആയിട്ട് എങ്ങോട്ടാ? വർക്കും വല്ലതും ഉണ്ടോ? ഞാൻ പോവാടെ. ഈ സിനിമയും ഒറ്റപ്പാലമൊക്കെ വിട്ട്. എന്താ ഉണ്ണി നീ പറയുന്നത്? തലയ്ക്ക് ഭ്രാന്തായ? ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഭ്രാന്താവും. സീരിയസ് ആയിട്ടാ? സീരിയസാ, വളരെ സീരിയസ്. രാജേട്ടാ, വണ്ടി നിർത്ത്. നിർത്ത്. എന്തൊക്കെയാ ഉണ്ണിയേട്ടാ ഈ പറയുന്നേ? നിങ്ങളൊക്കെ ഇല്ലാതെ എന്ത് സിനിമ? ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളൊക്കെ സിനിമ ചെയ്യും, ഈ ഇൻഡസ്ട്രി അടക്കി ഭരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നേ. ഹേയ്, ഈ ഇൻഡസ്ട്രി എന്നെ സഹായിക്കില്ല ഒരിക്കലും. ഇത്രയും നാളെ നിർമ്മാതാവിനെ തല്ലി സംവിധായകൻ എന്നായിരുന്നു. ഇപ്പൊ പുതിയ ചാർജ് കൂടി വന്നു. ഷൂട്ടിങ്ങിടെയും നിർമ്മാതാവ് കൊല്ലപ്പെട്ട ചിത്രത്തിന്റെ സംവിധായകൻ. ഇത്രയൊക്കെ പോരെ ഒരാൾ ഒഴിവാക്കാൻ? വിവരമില്ലാത്ത അന്ധവിശ്വാസികൾ എന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ ഉണ്ണി ഇവിടെ അങ്ങോട്ട് പോവുക. ഇവിടെ ആരൊക്കെ വേണമെന്ന് അവരങ്ങോട്ട് തീരുമാനിച്ചാൽ മതിയാ. സിനിമ നമ്മുടെ കൂടിയാ. ലൈറ്റ് ബോയുടെയും ചായ കൊണ്ടുവരുന്നവരുടെയും ഡ്രൈവർമാരുടെയും, അല്ലാതെ നിർമ്മാതാക്കളുടെയും സൂപ്പർ താരങ്ങളുടെയും മാത്രമല്ല. ഉണ്ണി ഇവിടുന്ന് എവിടേക്കും പോകരുത്, ഞങ്ങൾ സഹായിക്കാം. അതെ, അസിസ്റ്റന്റ് ക്യാമറാമാനായി എന്നെ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്നത് ഉണ്ണിയേട്ടനാ. അതിൽ നിന്ന് കിട്ടിയൊരു സമ്പാദ്യം എന്റെ കയ്യിലുണ്ട്. ഉമ്മയ്ക്ക് ഹജ്ജിന് പോകാൻ വെച്ചിരുന്നതാ. ഹജ്ജ് ഇപ്പൊ 8-9 മാസം കഴിഞ്ഞേ ഉള്ളൂ. അല്ലെങ്കിൽ അടുത്ത വർഷം പോവാം. പക്ഷെ ഉണ്ണിയേട്ടന്റെ പടം അതിപ്പം നടക്കണം. ഒരു പ്രതിഫലവും ഇല്ലാതെ ഞങ്ങളുടെയൊക്കെ സേവനം ഉണ്ണിയേട്ടന്റെ സിനിമയ്ക്കുണ്ടാവും, അല്ലേ? അതെ അതെ ഉണ്ണിയേട്ടാ, എന്റെ കയ്യിൽ കാശൊന്നും ഉണ്ടാവില്ല. എന്നാൽ എന്നെ കൊണ്ട് ചെയ്യാവുന്ന എന്ത് ഞാൻ ചെയ്യും. എന്റെ മോന് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കി തന്ന പൈസ ഇരിപ്പുണ്ട്. അവന്റെ 2ാമത്തെ ഓപ്പറേഷൻ അടുത്ത വർഷമേ വേണ്ടൂ. ആ കാശ് എടുക്കാം നമുക്ക്. അതെടാ ഉണ്ണി, നിന്റെ പടം ഇറങ്ങട്ടെ. ഓക്കെ, കട്ട് ഇറ്റ്. ലൈറ്റ്സ് ഓഫ്. പോരാ. ഓക്കെ, എന്താ ഉണ്ണി കേക്കണ്? സിനിമ വിട്ട് നീ എവിടെ പോകാനാ? നിന്നെ പോലെ ഒരാൾ എങ്ങനെയൊക്കെ പറഞ്ഞാ പോവാനാ? ഉണ്ണിയെ നമ്മൾ എങ്ങോട്ടും വിടുന്നില്ല. മുതലാളിക്ക് വിളിക്കാൻ പോവാ. സമ്മതിപ്പിക്കും. നിന്റെ സിനിമയ്ക്ക് ഞങ്ങളുടെ ലൈറ്റ് കൊണ്ട് തന്നിരിക്കും. കാശ് നീ പടം ഇറങ്ങി എപ്പോഴേലും കൊടുത്താൽ മതിരാ. അന്നില്ലെങ്കിലും കുഴപ്പമില്ല. എത്ര ആളാ ഞങ്ങളെയൊക്കെ പറ്റിച്ചു പോണത്. ഇതിപ്പോ ഞങ്ങളെടുത്ത തീരുമാന. ഡീസലിന്റെ പൈസ ഉണ്ണിയേട്ടൻ തന്നാ മതി. വണ്ടി എത്ര വേണമെങ്കിലും ശരിയാക്കാം. രാവും പകലും ഞങ്ങൾ ഈ പണിയൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്. ലൈറ്റ് ചുമക്കലും കട്ടസ്റ്റാൻഡ് വെക്കലും. ഞങ്ങൾക്കും വേണ്ട ഒരു ചേഞ്ച് ത്രില്ലും ഒക്കെ. നമ്മുടെ അടുത്ത ത്രില്ല് ഉണ്ണിയുടെ പടവാ. രാജേട്ടാ, ഫുഡിന്റെ കാര്യം നമ്മുടെ ചീഫിനോടൊന്ന് സംസാരിക്കണം. ഗോപിയെ വിട്ടിട്ടുണ്ട്. പട്ടണം സമ്മതിക്കോ? പിശിക്കനാ. നമ്മളൊക്കെ കൂടി പറഞ്ഞ സമ്മതിക്കാതെ എവിടെ പോവാനാ? സമ്മതിപ്പിക്കണം അല്ലേ? ചേട്ടാ, വാ 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 വാ. കാര്യങ്ങളൊക്കെ ഇവൻ പറഞ്ഞു. ഫുഡിന്റെ കാര്യം ഞാൻ ഏറ്റു. ആരെയും പോലെയൊക്കെ നമുക്ക് പതിവ് സ്ഥലത്ത് നിന്ന് വാങ്ങാം. പിന്നെ പച്ചക്കറി അതിന് കുറച്ചെന്തെങ്കിലും കൊടുത്താൽ മതി. പിന്നെ ഞങ്ങളുടെ കാര്യം അത് പ്രശ്നമല്ല. നമ്മ ഉണ്ണിപ്പടമല്ലേ.
എല്ലാ ഏരിയയിലും നമ്മൾ ഒന്നിച്ച് ചെന്ന് പറഞ്ഞാൽ കാശൊക്കെ കുറയ്ക്കും. പിന്നെ? പക്ഷേ എന്നാലും നമുക്കൊരു മിനിമം വേണം. അമൽ സാർ തന്നെയല്ലേ ആർട്ടിസ്റ്റ്? പിന്നെ അമല പോണേലും റെഡിയാ. അയക്ക് നല്ല സാറ്റലൈറ്റ് ഉള്ളത് കേട്ടോ. എന്നാലും രാജേട്ടൻ പറഞ്ഞ പോലെ ഒരു 10 ലക്ഷമെങ്കിലും വേണ്ടി വരും. 10 ലക്ഷം അല്ലേ? അതിന് എന്റെ ജോലിയുടെ സെക്യൂരിറ്റി കൊടുക്കാം. പക്ഷെ പലിശ ഭീകര. ഒരായുസ് മുഴുവൻ പണിയെടുത്താലും വീട്ടാൻ പറ്റും തോന്നുന്നില്ല. ഈ ലോൺ അടയ്ക്കാൻ ചേച്ചിയുടെ കാശൊന്നും വേണ്ടി വരില്ല. ഉണ്ണിയേട്ടന്റെ സിനിമ കൊണ്ട് തന്നെ വീട്ടിക്കൊള്ളൂ. പിന്നെ എന്റെ പൊന്ന് ടീച്ചറെ, നിങ്ങൾക്ക് അയാൾ ഭർത്താവായിരിക്കാം, നിങ്ങളുടെ മോന് അച്ഛനുമായിരിക്കാം. പക്ഷെ സിനിമയുടെ താഴെ തട്ടിലുള്ള ഞങ്ങൾക്ക് അയാൾ ആ സൂപ്പർ സ്റ്റാർ. അതാണ്. അല്ലാതെ മോന്തമ്മ ചായം പൂച്ച് മസലും പെരുപ്പിച്ച് നടക്കുന്നവന്മാരല്ല. അല്ല പിന്നെ വെളിച്ചത്തെടുത്ത് ഇരുട്ടത്ത് കാണിക്കുന്ന ഈ സൂത്രത്തിന് മറ്റൊരു നേരുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത് ഉണ്ണിയെ പോലുള്ള ചിലരെ കാണുമ്പോഴാ. ഓക്കെ സാർ, ഞാൻ നേരത്തെ വന്ന് കണ്ടോളാം. വാടി വീണ് വേച്ചു വേച്ചുയർന്നു വന്ന് ആറ്റുനോറ്റു പൂവിരിഞ്ഞ ചെടിതാ. ഒന്ന് നിർത്തവ. അതെ, ബാങ്ക് ലോണിന്റെ കാര്യത്തിൽ വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല. മാനേജറെ ഇപ്പൊ വിളിച്ചത്. അപ്പൊ അത്രയൊക്കെ ഉണ്ണേ, കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡാക്കണം. എപ്പോഴാ അമൽ സാറിനെ കാണുന്നത്? രാവിലെ തന്നെ പോയി കാണണം. എന്തെങ്കിലും കാര്യമായിട്ട് അഡ്വാൻസും കൊടുക്കേണ്ടി വരും. ഈ കാശ് അച്ഛന്റെ സിനിമയ്ക്ക് എടുത്തോ. ഉണ്ണിയേട്ടാ, അവ സൈക്കിള് വാങ്ങാൻ കൂട്ടിവെച്ചിരുന്ന കാശാ. ഇത് നമ്മുടെ സിനിമയ്ക്ക് കിട്ടുന്ന ആദ്യത്തെ ഫണ്ടാ. കൈനീട്ടം. സന്തോഷമായിട്ട് വാങ്ങി. വാങ്ങിച്ച ഉണ്ണിയേട്ടാ. വാങ്ങിക്കുണ്ണി. ഇപ്പൊ എനിക്ക് ആത്മവിശ്വാസമായി. ഈ സിനിമ നടക്കും. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. കൃത്യമായൊരു പ്രൊഡ്യൂസർ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, അവരുടെയൊക്കെ സഹകരണത്തോടെ പിന്നെ മറ്റു ചില സോഴ്സ് ഉപയോഗിച്ചിട്ട് ഞാൻ തന്നെ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നു. എന്ന് കരുതി പ്രോജക്റ്റിന് കുഴപ്പമുണ്ടാവില്ല. കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് തന്നെ നടന്നു പോകും. എന്തായാലും ഈ ട്രെൻഡ് നല്ലതാ. ഉണ്ണിയുടെ പടത്തിന് മാത്രമല്ല, എല്ലാവർക്കും. സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ ഫണ്ട് പിരിച്ചൊരു സിനിമ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. ഇറ്റ്സ് വെരി പോസിറ്റീവ്. ഉണ്ണി, 1 സെക്കൻഡ്. യെസ്, പറയൂ. ആയിക്കോട്ടെ. എടോ, താൻ എങ്ങനെയെങ്കിലും ആ ഉണ്ണി ഇവിടെ നിന്ന് പറഞ്ഞു വിട്. ഇതൊന്നും നേരെ ജോബ് പോണ കേസല്ല. മര്യാദയ്ക്ക് പ്രൊഡ്യൂസർ ഉണ്ടായിട്ട് ഇവിടെ ശരിക്കും പൈസ കിട്ടുന്നില്ല. ആവേശത്തിന് പറയാം ഓരോ ട്രെൻഡ് മറ്റോ മറിച്ചെന്നൊക്കെ. സാർ, ഇതിലൊരു അവാർഡിന് ചാൻസ് ഉണ്ട്. ഒന്നെങ്കിലും വേണ്ടേ സാർ? പടം പൂർത്തിയായിട്ട് വേണ്ട അവാർഡ് കിട്ടാൻ. ഒന്ന് പറഞ്ഞുവിട്. അയ്യാലില്ലെങ്കിൽ പോട്ടുണ്ണി. ആരാ ഈ അമല്? ഞങ്ങളുടെയൊക്കെ വേർപോണ്ട് അവനൊക്കെ അവിടെ ആളായത്. ഞങ്ങൾ അടിസ്ഥാന പോകാന്ന് പണി കൊടുക്കാനുണ്ടല്ലോ. അവനൊക്കെ വീട്ടിയിരിക്കത്തേ ഉള്ളൂ. പോട്ടെന്നേ, ഉണ്ണിയേട്ടന്റെ പടത്തിൽ അഭിനയിക്കാനുള്ള യോഗ അയാൾക്കില്ലാന്ന് വിചാരിച്ചാൽ എന്നാലും നമ്മളൊക്കെ എടുക്കാൻ പോകുന്ന സിനിമ എന്ന് കേട്ടപ്പോ അവന്മാർക്കൊക്കെ ഒരു പുജ്ഞം. പൂർത്തിയാക്കുമെന്ന് സംശയം. പൂർത്തിയാക്കും, വിജയിപ്പിക്കും. അവന്മാരെയൊക്കെ ഒന്ന് കാണട്ടെ. നായകൻ പിന്മാറിയ നിലയ്ക്ക് ഇനി ഒന്നേം തുടങ്ങണം. ഉണ്ണിയേട്ടാ, നമുക്ക് ആ ഹരിശങ്കറിനെ വെച്ചൊന്ന് ആലോചിച്ചാലോ? ഏയ്, അയാളൊന്നും ചെയ്താൽ ശരിയാവില്ലെന്നേ. മാത്രമല്ല, അങ്ങനെ ആരെങ്കിലും വെച്ച് ചെയ്തിട്ട് കാര്യമില്ല. എന്നാ പിന്നെ പുതുമുഖങ്ങൾ വരട്ടെ ഉണ്ണി. അതെ ഉണ്ണി, ഇവന്മാരൊക്കെ ജാട കാണാതെ നമുക്ക് പുതുമുഖങ്ങളെ വെച്ച് ചെയ്യാം. ഗോഡ് ഫാദറിൽ 500 കൊണ്ടുവന്നില്ലേ? ദേശാടനത്തിൽ മുത്തച്ഛനെ കൊണ്ടുവന്നില്ലേ? അതുപോലെ നമുക്കൊരാളെ കണ്ടെത്താം. ഉണ്ണി, ഇനിയെങ്കിലും ഈ സാറ്റലൈറ്റിന്റെയും ഓവർസീസിന്റെയും പുറകെ പോകാതെ അഭിനയിക്കാൻ കഴിവുള്ള നടന്മാരെ കണ്ടെത്തി പടം ചെയ്യേ. സംഗതി കൊള്ളാം, പറയാനൊക്കെ എളുപ്പമാ. ചെറുപ്പക്കാരെ എത്ര വേണമെങ്കിലും കിട്ടും. പക്ഷെ അഭിനയിക്കാൻ കഴിവുള്ള വയസ്സന്മാരെ കിട്ടാനായിരിക്കും പണി. വയസ്സന്മാരാ? അഭിനയിക്കാൻ കഴിവുള്ളവരാ? എത്ര എണ്ണം വേണം? അഭിനയ സാമ്രാട്ടുകളായ നല്ല ചുളുചുളുക്കളെ കിളവന്മാരെ നാളെ ഞങ്ങൾ ഇവിടെ നിർത്തിയിരിക്കും, അല്ലടാ? നാളത്തെ സൂപ്പർ സ്റ്റാർ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ആവാം. എനിക്ക് പോവാൻ സമയമായി. അത് കണ്ടപ്പോഴേ മനസ്സിലായി പോവാ സമയമായി എന്ന്. അല്ല, എന്താ പേര്? വിശ്വംഭരൻ. വിശ്വംഭരൻ പേര് വളരെ മോശം. സെലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ പ്രേം വിശ്വം എന്നാക്കും. എന്താ, സമ്മതമാണോ? സമ്മതമാ. ഓക്കെ, എന്നാ ചെന്നോളൂ. എന്റെ കുഞ്ഞെ, കുഞ്ഞു മോണ കാട്ടി നീ തിരിച്ചപ്പോ, എന്റെ വിരൽ തുമ്പിൽ പിടിച്ചു നീ പിച്ച വെച്ചു നടന്നപ്പോ ചോരയുടെ മണം. പോയി മറയേ, നീ പോയി മറയേ.